നമ്മുടെ നാട്ടിൽ ഞാൻ ഒരു പ്രീമിയം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ ഇൻഫോ പാർക്കിനടുത്തുള്ള ഒരു അയ്യോ ഏതാ എൻ്റെ റെസ്റ്റോറൻറ്റ് പേര് പറഞ്ഞു, ആദ്യമായിട്ട് 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞ് കയറുന്നത് അവിടെയാണ്. അപ്പോൾ അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ വ്ളോഗൊക്കെ കൊണ്ടാണ് ചെല്ലുന്നത്. അന്ന് നമ്മൾ ഫുൾ അലമ്പും കാര്യങ്ങളും. അപ്പോൾ അന്നൊരു ഷെഫ് അവിടെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ കൊഞ്ചി ഇങ്ങനെ ഇതിൽ നിർത്തിയിട്ട് ചുരുട്ടി വെച്ചേക്കുന്നതും അതും ഇതും കൊണ്ടുവന്നു. ഞാൻ ഇതൊക്കെ പരിപാടി ചെയ്യുന്നത് എനിക്കെന്ത് രസം. അപ്പം അന്ന് ഇവിടെ പ്ലേറ്റ്സ് ഉണ്ട്, ഫോർക്കുണ്ട്, നൈഫുണ്ട്, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ. ബട്ട് പിന്നെ ഓരോ ഇതായിട്ട് കണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞറിഞ്ഞ് വന്നപ്പോഴാണ് ഇതിങ്ങനെ ഉപയോഗിക്കാമല്ലേ, ഇതിങ്ങനെ ഉപയോഗിക്കാമല്ലേ. എന്നിട്ട് ഞാൻ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഷെഫുള്ള ഇതിനകത്ത് തുടങ്ങിയപ്പോൾ ഞാനന്ന് അതിനകത്ത് വന്നപ്പോൾ ഞാൻ ഭയങ്കര പ്ലസൻ്റ്ലി സർപ്രൈസ്ഡ് ആയിപ്പോയി കേട്ടോ. കാരണം നമ്മൾ മറ്റേ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സെറ്റപ്പ് പുള്ളിക്കാരൻ ഇവിടെ തുടങ്ങിയേക്കുക. ഒരു 5 സ്റ്റാർ ഹോട്ടലിനകത്ത് ഒരു ഡൈനിങ് എക്സ്പീരിയൻസ്, അതൊരു എക്സ്പീരിയൻസ് എന്ന് തന്നെയാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും അത് ഒത്തിരി പേർക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റി. കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് നമ്മൾ ആദ്യത്തെ ഈ റെസ്റ്റോറൻറ്റ് ലേമറിഡിൽ ചെയ്തപ്പം ഒരിക്കൽ പോലും 5 സ്റ്റാർ ഹോട്ടലിൽ ചിലപ്പോൾ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ പോകുമെന്ന്. അവർക്ക് പോകേണ്ട കാര്യമില്ല, അവർ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു പക്ഷേ അവരെല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അവിടെ വന്ന നമ്മുടെ കഴിഞ്ഞ ഈ 2.5 വർഷം കൊണ്ട് കുറേ ആൾക്കാർ വന്ന് കഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ഭൂരിപക്ഷം പേരും ഒരിക്കൽ പോലും ഒരു 5 സ്റ്റാർ ഹോട്ടലിനുള്ളിൽ കയറില്ല, അല്ലെങ്കിൽ അവർ വിചാരിച്ചതല്ല. അപ്പോൾ അവർ വന്ന് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇല്ലേ, സിമ്പിൾ, ഓക്കെ, വൺ ഓഫ് ടൈം വന്ന് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോയി വിശക്കുമ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഒരു പൊറോട്ട ഇറച്ചി കഴിക്കുക. നമ്മളിപ്പോൾ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു കൾച്ചർ. പക്ഷേ ഇതല്ല. നമ്മുടെ ഒരു ബെസ്റ്റ് മൊമെൻറ്റിൽ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള ഫാമിലിയായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ വൺസ് ഇൻ ഒരു 3 മന്ത്സിലോ അല്ലെ 6 മാസത്തിലോ അല്ലെ 1 വർഷത്തിലൊരിക്കൽ ഇതുപോലൊരിടത്ത് പോയി ഒരു എക്സ്പീരിയൻസ് വന്നിരിക്കുന്നു. ആ ലോബി, ലേമറിഡിയൻസ് ബ്യൂട്ടിഫുൾ ഹോട്ടലല്ലേ, അവിടുന്ന് ഡ്രൈവ് ചെയ്ത് ആ മനോഹരമായ ലോബി കൂടെ നടന്നു വന്ന് അവിടുത്തെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ കണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഇരുന്ന് നല്ലൊരു സെർവർ വന്ന് ഓർഡറൊക്കെ എടുത്ത് 1 to 1 ആയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്ത് തന്ന് യു സ്പെൻഡ് 2 hours ഒരു നൈസ് മ്യൂസിക്കൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് അതിനൊരു പൈസ ഉണ്ടാവും ഡെഫിനറ്റ്ലി. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ വിശപ്പിന് ഓടിപ്പോയി ഒരു യാത്രക്കിടയിൽ ഒരു സിനിമ കാണുമ്പോൾ ഒരു ഷോപ്പിങ്ങിൻ്റെ ഇടയിലോ പോയി പെട്ടെന്നൊരു ബിരിയാണി കഴിക്കുന്ന അല്ലല്ലോ, അതൊരു പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു സാധനമാണ് അത്. പക്ഷേ ബാക്കിയുള്ള രാജ്യത്ത് എല്ലാ ആഴ്ചയിലും ഇത് ചെയ്യും എല്ലാവരും. ഇവിടെ നമുക്കൊക്കെ നമ്മുടെ അഫോർഡബിലിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഷെഫ് ആദ്യമായിട്ട് തുടങ്ങിയതിന് ശേഷം നമ്മുടെ മെറിഡിയനിലോട്ട് കയറുമ്പോൾ ഇങ്ങോട്ട് ആരോ ഇട്ട് വെച്ചേക്കുന്ന ഒരു സാധനമുണ്ട്. അതിനകത്ത് റെസ്റ്റോറൻറ്റ് ഷെഫുള്ള എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റോറി എടുത്തിട്ട് റൈറ്റപ്പ് ആയിട്ടിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു. ഭയങ്കര എനിക്ക് അത് ഇറ്റ്സ് എ പ്രൗഡ് അല്ലേ. ഇതൊരു മാരിയറ്റ് ഹോട്ടലാണ്. അവർക്ക് 10,000-ലധികം ഹോട്ടലുണ്ട് വേൾഡ് വൈഡ്. അമേരിക്കൻ കമ്പനിയുടെ ഇത്രയും ഹോട്ടലുള്ള എക്സ്പെർട്ടായിട്ടുള്ളവർക്ക് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു തേർഡ് പാർട്ടിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കൊടുക്കുന്നത്. അത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ള എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൊണ്ട് വെക്കുക എന്ന് പറയുമ്പം അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അച്ചീവ്മെൻ്റ് ആണ്. പേഴ്സണലി അതിൻ്റെ വാല്യൂ എല്ലാവർക്കും അറിയാം, ഇൻഡസ്ട്രിയിലുള്ളവർക്കറിയാം. ഒരു അമേരിക്കൻ ബ്രാൻഡ് ആദ്യമായിട്ട് നമ്മൾ സാധാരണക്കാരന് ഇത് കേൾക്കുമ്പോൾ അവരത് കണക്ട് ചെയ്യും. അതെ. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ അതിൻ്റെ അന്നൊരു ഉദാഹരണം പറഞ്ഞത് ഈ മിന്നൽ മുരളി കണ്ടിട്ട്, അതായത് ഇപ്പം നമ്മൾ കുറേ നാൾ ഷെഫായിട്ട് വർക്ക് ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലേമറിഡിയനിലും മാരിയറ്റുകാർ തന്നത്, കോൺട്രാക്ട് ഉണ്ടാക്കി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പം മിന്നൽ മുരളി കണ്ടിട്ട് ടൊവിനോനെ ചിലപ്പോൾ മാർവൽ സ്റ്റുഡിയോയോ സ്റ്റീവൻ സ്പിൽബർഗോ കൊണ്ടുപോയി US കൊണ്ടുപോയി ഒരു പടത്തിൽ അഭിനയിക്കടാന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും ഫീൽ? എനിക്ക് അതേപോലെ ഒരു ഫീലാണത്. കാരണം അതിപ്പോൾ നമുക്കിപ്പോൾ നാട്ടിൽ എത്രയോ ഇപ്പോൾ താജുണ്ട്, ഒബ്രോയുണ്ട്, അവിടെ ചെയ്താൽ ഇത് വലിയ അച്ചീവ്മെൻ്റ് ആണ്. പക്ഷെ ഇത് അവർക്ക് 10,000 ഹോട്ടൽസും അത്രയധികം റെസ്റ്റോറൻറ്റ്സും അത്രയധികം ഷെഫ്സും ലോകത്തുള്ള അവർക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റ് ആവശ്യമൊന്നുമില്ല ഇല്ലേ. അവർക്ക് വേണമെങ്കിൽ ഇതിലും ബെറ്ററായിട്ട് റിസർച്ച് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഫുഡ് R&D ചെയ്ത് വലിയ പ്രൊജക്റ്റ് 10 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെയുള്ള റെസ്റ്റോറൻറ്റ്സ് അവരുണ്ട്. എൻ്റെ സെക്കൻഡ് റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഫോറം മോളിലും അവർ തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞത് അത് കിട്ടിയത് ഭയങ്കര ഒരു അതുകൊണ്ട് ആ ബോർഡ് നമ്മൾ ഈ ഹോട്ടലൊക്കെ ലേമറിഡിയനൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ അതിൻ്റെ മുന്നേ കൂടെ പോകും. എങ്ങനെ അത് അന്ന് ഞാൻ കുമരകത്ത് ജോലി ചെയ്യുമ്പോഴാണ് ഈ ലണ്ടനിൽ പോകുന്നതിനൊക്കെ കുറച്ച് മുമ്പാണ് ഈ ലേമറിഡിയൻ വരുന്നത്. നമുക്കറിയാമല്ലോ അന്നത്തെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ രസം ഈ ലേമറിഡിയൻ്റെ പ്രത്യേകത, അതിനു മുമ്പ് കൊച്ചിയിലൊരു 5 സ്റ്റാർ ഹോട്ടലിലെ താജ് മലബാറാണ്. അതങ്ങ് ആക്സസ് ഇല്ല ആളുകൾക്ക്, അറിയാലോ. അപ്പോൾ അവിടെ അത്രയും അവിടെ പോകുന്ന ഗസ്റ്റുകൾക്ക് അറിയാം. നോർമൽ ആൾക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടൽ കാണാൻ പറ്റില്ല. ഇത് റോഡിൽ കൂടെ പോകുന്നവർക്ക് ഇതാണ് 5 സ്റ്റാർ ഹോട്ടൽ. ആദ്യത്തെ ബ്രാൻഡാണ് കേരളത്തിൽ, ഒരു ഫോറിൻ ബ്രാൻഡ്, പക്ഷേ ഫ്രഞ്ച് ബ്രാൻഡ് അല്ലേ.
ലെ മെറിഡിയൻ വാസ് എ ഫ്രഞ്ച് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിനെ ആദ്യമായിട്ട് മുഹമ്മദ് അലി സാറ് കൊണ്ടുവന്നതാണ് കേരളത്തിൽ. അപ്പോൾ ആ ബ്രാൻഡ് വന്നു, അങ്ങനെ നമുക്കൊക്കെ അങ്ങ് ആവേശമായിരിക്കും. ലെ മെറിഡിയൻ കൊച്ചി, അവിടെ വലിയ ഇവൻറ്റ് നടക്കുന്നു, വലിയ വലിയ കല്യാണം, മമ്മൂക്കയുടെ മോളുടെ കല്യാണം, ഏറ്റവും വലിയ ബാങ്കറ്റിംഗ് ഫംഗ്ഷൻ, അത്രയും പാർക്കിങ്. അപ്പോൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഒരു വെള്ള ബിൽഡിങ് ഇങ്ങനെ നിൽക്കുക, ഇപ്പോഴായാലും അതിനൊരു ലാൻഡ്മാർക്കാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്ന ആ പേര് അവിടെ എഴുതി ഫ്രണ്ടിലോട്ട് കയറി ചെല്ലും. അതാണ് ഞാൻ പറഞ്ഞത്. ഓ, ഷെഫ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ലേബറിന്റെ താമസിച്ചിട്ടില്ല. അതെ, അന്ന് സാബുണ്ണ കാണാനായിട്ട് ഞാൻ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം സാബുണ്ണനൊക്കെ ആയിട്ടിരുന്ന് നമ്മൾ കഴിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അവിടെ കാണുന്നത്. അതെ, അന്നാണ് ഞാൻ അങ്ങോട്ട് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ അന്നാണ് ഞാൻ ഇതാ കണ്ടിങ്ങനെ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ലേബറിൽ താമസിക്കാൻ വരുന്നത്. അന്നേരം നിങ്ങൾ ഹോളിഡേയിലായിരുന്നു? അല്ല, അതിന് മുന്നേ വരെ ഞാൻ അരൂർ ഒരു ഹോം സ്റ്റേയിലായിരുന്നു. അവിടെ ആയിരുന്നില്ലേ? ചീനവല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെയാണ് മെറിഡിയനിലോട്ട് വരുന്നത്. എന്നിട്ട് ഇപ്പൊ ഞാൻ വീണ്ടും തിരിച്ചങ്ങോട്ട് പോയി. അത് കുറച്ചുകൂടെ സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. കാരണം 5 സ്റ്റാറിന് നമ്മളെപ്പോഴും ഒരു ഡെക്കോറം നമ്മൾ കീപ്പ് ചെയ്യണം. നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ നമുക്ക് കുറച്ച് ലുങ്കിയൊക്കെ കൊടുത്ത് ഉടുപ്പൊന്നും ഇടാതെ രാവിലെ എഴുന്നേറ്റ് നടന്നു പോണ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ചങ്ങ് പോയത്. പക്ഷേ അതിനുശേഷമാണ് ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഷെഫിന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഫുഡ് കൾച്ചർ കൊണ്ടുവരുന്നതിൽ ഒരു വലിയ പങ്കുണ്ട്. അത് സത്യമായിട്ടും നമ്മളിങ്ങനെ ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഒന്ന് പറയും ഇങ്ങനെ ഒരു ഓക്കെ ഇതല്ല റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല ഒരു ഡൈനിങ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇപ്പം ലൈഫ് സ്റ്റൈൽ മാറിയില്ലേ, എല്ലാവരും സ്ട്രെസ്സാണ്, എല്ലാവർക്കും ബിസിയാണ്. ഭാര്യയും ഭർത്താവും മിനിമം ജോലി ചെയ്യണം. രണ്ടുപേരും പണ്ടത്തെ കണക്ക് ഒരു ഭർത്താവിൻ്റെ ഒരു ഇൻകത്തിൽ ഹൗസ് വൈഫായിട്ട് നിന്ന് ആ പൈസയിൽ കൊണ്ടുവന്ന് വീട്ടിൽ ഡെയിലി മീനും മത്സ്യമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ആ ലൈഫ് പോയി. ഇനി അതൊന്നും സ്വപ്നത്തിൽ കിട്ടില്ല. ഇനി രണ്ടുപേരും വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും സ്ട്രെസ്സും അത്രയും ബിസി ആയിട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത്രയും ജോലിയും കഴിഞ്ഞ് ആകെ ഒരു 1 ഡേ ഓഫോ അല്ലെങ്കിൽ 2 വീക്കെൻഡ്സ് കിട്ടുന്ന ദിവസം ഫുൾ ടൈം കുക്ക് ചെയ്യാനൊന്നും പറ്റണമെന്നില്ല, വല്ലപ്പോഴൊക്കെ പറ്റുള്ളൂ. ഈ ബിസിയുള്ള ആളുകൾ അപ്പോൾ ഈ സ്ട്രെസ്സിനകത്ത് ആകെ കിട്ടാൻ പോലും എന്താ, വെളിയിൽ പോയി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒരു സിനിമ കാണുക, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ്. ഇത് മൂന്നും ആണ് നമ്മളുടെ ഒരു നോർമൽ. അല്ലാതെ എല്ലാ ദിവസവും ഹോളിഡേ പോകാൻ പറ്റില്ല ഇല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുകയും അത് ഒത്തിരി മാറ്റം ഉണ്ടായി. പല റെസ്റ്റോറൻറ്റ്സും ഇപ്പം ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം ഇതൊക്കെ ലോകത്ത് പണ്ടേ ഉള്ളതാണ്. നമ്മളിങ്ങനെ യാത്രകളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായതും അവിടെയുള്ള ആൾക്കാർ ഒരാഴ്ച മുഴുവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒരു ഫാമിലി ദേ വർക്ക് റിയലി ഹാർഡ് ഫോർ എ ഹോൾ വീക്ക്. ആ വീക്ക് മൊത്തം കഷ്ടപ്പെട്ടിട്ട് അടുത്ത ആ വീക്കെൻഡിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ബാക്കി വർക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ആഴ്ച മുഴുവൻ ആ ഒരു മൺഡേ ടു ഫ്രൈഡേ വരെ ഹാർഡ് വർക്ക് ചെയ്യും. ആ സാറ്റർഡേ നൈറ്റ് അവരുടെ ആണ്. ആ ഒരാഴ്ചത്തെ പ്രഷറെല്ലാം മാറ്റി അതെല്ലാം മറന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സാണോ ഫാമിലിയാണോ അല്ലെങ്കിൽ അവരുടെ കൂടെ ചിലപ്പോൾ ക്ലബ്ബിൽ പോകുമായിരിക്കും, നല്ല റെസ്റ്റോറൻറ്റിൽ പോയിരിക്കും, നല്ലൊരു വൈൻ കുടിച്ച് ഒരു ടേസ്റ്റിംഗ് മെനു കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കറി നൈറ്റ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കറി കഴിക്കാനായിരിക്കും താല്പര്യം. ദേ ഹാവ് എ ചോയ്സ്. അത് ആയി ദെൻ മൺഡേ വീണ്ടും ഫ്രഷ് സ്റ്റാർട്ടിൽ പോകും. അപ്പോൾ ഇവിടെ നമ്മുടെ അത് വരും. നമ്മളിപ്പോൾ ആഴ്ചയില്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലെങ്കിലും എല്ലാ ഫാമിലിയും പോയി ഈ സ്ട്രെസ്സൊക്കെ മാറി എവിടെയെങ്കിലും റിലാക്സ് ആയിട്ട് 2 മണിക്കൂർ ഇഷ്ടപ്പെട്ട ഒരു നെയ്ബർഹുഡ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക, ട്രാവൽ ചെയ്യുക, സിനിമ കാണുക, ഇതൊക്കെയാണല്ലോ ഒരു ഹാപ്പിനെസ് ഇനി. അതെ,